ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് വള്ളിക്കോടാണ് കേട്ടോ. കമ്പ വള്ളിക്കോട് റൂട്ടിലുള്ള ഒരു വീട്ടിലാണ്. മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത്. മുട്ടിക്കുളങ്ങര ജംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം മാവ്, അതുപോലെ തെങ്ങ്, കിണർ എല്ലാം ഉള്ളൊരു വീടാണ്. 7 വർഷത്തോളം പഴക്കമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കണ്ടില്ലേ, സൈഡിൽ ഇത്രയും സ്പേസ് ആണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെയാണ് അടുക്കളയിൽ നിന്ന് വെളിയിൽ വരാനുള്ള ഡോറ്. നല്ലൊരു ഓപ്പൺ വെൽ ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണുള്ളത്. കരിങ്കല്ലും കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു കിണർ, നല്ല മനോഹരമായിട്ടുള്ള ഒരു കിണർ, നല്ല വെള്ളം. ഓക്കെ, ഇവിടെ ഒരു വെളിയിൽ 2 ബാത്റൂംസ് ഉണ്ട്. ഇവിടെ ഒരു മാവുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും സ്പേസ് ആണ് ബാക്ക് സൈഡിലുള്ളത്. ഇവിടെയും അത്യാവശ്യം സ്ലാബ് മതിലാണ് ചുറ്റും കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞ പോലെ മുട്ടിക്കുളങ്ങര ജംഗ്ഷനിൽ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് വേജ് നോക്കുമ്പോൾ ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ. അവിടുന്ന് തേക്കിൻ്റെ 2 പാളിയുള്ള വാതിലൊക്കെ കടന്ന് കയറുമ്പോൾ ഒരു നല്ലൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. അവിടെ തന്നെയാണ് സ്റ്റെയർ റൂമും കാണിക്കുന്നത് കേട്ടോ. സോ അവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ആ സ്റ്റെയറിൻ്റെ താഴെയായിട്ട്. അതല്ലാതെ അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് വരുന്ന 2 ബെഡ്റൂം തന്നെ എല്ലാം ഈ ലിവിങ് ഏരിയ എന്നാണ് പോകുന്നത്. ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അത് യൂറോപ്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റ് തന്നെ. ഇവിടെ ഒരു 10-10 അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റുന്ന നല്ലൊരു വീട്. ഈ വീട് വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണുള്ളത് കേട്ടോ. വെസ്റ്റ് ഫേസ് ചെയ്തിട്ടുള്ളത്, പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടുന്ന് അടുത്തൊരു ബെഡ്റൂം, ഇതും അതേപോലെ ഒരു 10-10 എന്നുള്ള ലെവലിൽ ചെറിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ രണ്ടും ഒരു കൊച്ചു ഫാമിലിക്ക് ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീട്. ഇത് ലിവിങ് സ്പേസ് ഏരിയ. ഇവിടെ നമ്മൾ നേരെ കയറുന്നത് ഡൈനിങ് സ്പേസ് ഏരിയയ്ക്കാണ്. അവരവിടെ ഒരു ബെഡൊക്കെ ഇട്ടിട്ട് അതിനെ ഒരു ബെഡ്റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡൈനിങ് സ്പേസ് ഏരിയ ആണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ കയറുന്നത് കിച്ചണിലോട്ടാണ്. ഇവിടെ ഡൈനിങ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിച്ചണിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അവർ ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉള്ളിലുള്ള കാര്യം. പക്ഷേ ഒരു പ്രോപ്പർട്ടി ഒലവക്കോട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 6.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് ഉണ്ട്. അതുപോലെ ബസ് റൂട്ടിൽ നോക്കുകയാണെങ്കിൽ വെറും ഒരു 300 മീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. അതുപോലെ KSRTC ബസ് സ്റ്റാൻഡോട് നോക്കുകയാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ പ്രോപ്പർട്ടിക്കുള്ളത്. ഇത് 6 സെൻറ്റ് സ്ഥലം, 1080 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം, കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ് ഉള്ളത്. കണ്ട പോലെ ഒരു ഓപ്പൺ വെല്ലുണ്ട്. പ്രൈസ് ചോദിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.